ആഫ്റ്റർ എ ലോങ് ടൈം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് W124, അതായത് മെഴ്സിഡീസ് W124ൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. സോ ഈ ഒരു വാഹനം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി പറയണമെന്ന്, കാരണം ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഓണർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഒരു റിയൽ വണ്ടി പ്രാന്ത് എന്ന് പറയും. കാരണം ഈ ഒരു നമ്മൾ ജസീം ഖാൻ എന്നാണ് വണ്ടീൻ്റെ ഓണറുടെ പേര്. അപ്പം ജസീം ഖാനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് വണ്ടികളുണ്ട്. 124 ആയിക്കോട്ടെ, ബൈക്ക് കളക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫോർഡിൻ്റെ എൻഡോർ, അങ്ങനെ ഒരുപാട് 1 by 1 ആയിട്ട് നമുക്ക് വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്താം. ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു വാഹനം എന്ന് പറയുന്ന സമയത്ത് 1985 മുതൽ 1997 വരെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള, അതായത് അന്ന് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള 1997 മോഡൽ W124 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറെ പ്രൗഢിയോട് കൂടിയിട്ടുള്ള മെഴ്സിഡീസിൻ്റെ ലോഗോ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു വലിയ ഹെഡ്ലാമ്പും വലിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആ ഒരു ഏത് സമയത്തും വിൻറ്റേജ് ക്ലാസിക് മോഡലായിട്ട് നിലനിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് W124 എന്നുള്ളത്. അത് ഇന്നും അതേ ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്തോസിയാസ്റ്റ് ഉള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു W124 എന്നുള്ളത്. അത്യാവശ്യം വലിയ നല്ലൊരു ഗ്രില്ലും കാര്യങ്ങളെല്ലാം കാണാം. ബോർഡറായിട്ട് ഒരു ക്രോം എലമെൻസും കാര്യങ്ങളെല്ലാം കാണാം. ഒരു ഫാൻസി നമ്പറാണ്. ഈ ഒരു വാഹനം ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 97 മോഡലാണ്. പക്ഷേ ഇതുവരെ നിലവിലൊരു കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. മേജറായിട്ട് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. ആൻഡ് LED ലാംപ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. സാധാ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്, പക്ഷേ അതിൽ LED ബൾബാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി നമ്പർ KL 54A4444. അപ്പോൾ ഇത്രക്കാണ് ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത്. ഇനി നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്താണെങ്കിലും 15 ഇഞ്ച് ടയേഴ്സ് കാണാം. അതിൽ തന്നെ ഒരു മെഴ്സിഡീസിൻ്റെ വീലിലോട് കൂടിയിട്ടുള്ള 15 ഇഞ്ച് 195/65 15 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഒരു എയറിൻ്റെ ഭാഗങ്ങളെല്ലാം കൂളിംഗ് സിസ്റ്റം എല്ലാം നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്. എന്താ പറയുക, ആ ഒരു സമയത്തുള്ള ഒരു വൺ ഓഫ് ദ ലക്ഷറി അല്ലെങ്കിൽ വൺ ഓഫ് ദ എയറോഡൈനാമിക് കാർ പെർഫോമൻസ് കാറാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു W124 എന്ന് പറയുന്ന സമയത്ത് റോഡ് പ്രസൻസ് എല്ലാം നമുക്ക് പറയുകയാണെങ്കിൽ വളരെ വളരെ ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റോഡ് പ്രസൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. സൈഡിലേക്ക് വരുന്ന സമയത്താണെങ്കിലും വലിയ ഡോറും കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഭാഗത്ത് കാണാം. പുറപ്പെടും ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം വരാണ്. ഇൻറ്റീരിയറിലേക്ക് വിശദമായിട്ട് കിടക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അത് നമുക്ക് പുറത്തത്തെ കാര്യങ്ങൾ കാണാം. മിററിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. രണ്ട് സൈഡിലും മിററും, സൈഡ് വ്യൂ മിറേഴ്സ് ഇലക്ട്രിക്കലി, ആ ഒരു സൈഡ് വ്യൂ മിറർ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ആണ്. പക്ഷേ ഇതൊരു വലിയ മിറർ ആണെങ്കിൽ ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് മിറർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് W124 മാത്രം വന്നൊരു ഹൈലൈറ്റ് ആണ്. W124 അഥവാ E250 എന്ന് പറയുന്ന വാഹനം ഡീസലാണ്, 5 സിലിണ്ടർ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറോട് കൂട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഈ ഒരു വാഹനം വന്നുള്ളത്. അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ ചെറിയ യൂണിറ്റ് മാത്രമേ ഇന്ത്യയിൽ സെയിലായിട്ടുള്ളൂ എന്ന് പറയാം. 124ൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ വളരെ മിനിമലൈസ്ഡ് ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എല്ലാം സ്ലാറ്റ് റിയൽ ടൈലൈറ്റ്സ് കാണാം. ഒരു സ്ലാറ്റഡ് ലൈൻസോട് കൂട്ടിയ ടൈലൈറ്റ്സ് കാണാം. ഒക്കെ വളരെ ഹൈലൈറ്റ് ആയിട്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു മെഴ്സിഡീസിൻ്റെ ലോഗോ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഇപ്പോൾ മിസ്സായി കിടക്കുന്നുണ്ട്. ആൻഡ് അടിയിലേക്ക് വരാണെങ്കിൽ ക്രോം എലമെൻറ്റ്സ് കാണാം. ഒരു ക്രോം ഫിനിഷിംഗ് കാണാം. അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ പ്ലേറ്റ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുക ഈ ഒരു വാഹനത്തിൻ്റെ കളർ. ആൻഡ് ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അടിയിലേക്ക് വരാണെങ്കിൽ ഒരു വലിയ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പമ്പർ കാണാം. ഈ ഒരു വാഹനത്തിന് ഏറ്റവും വലിയ ഒന്നും ബൾജ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് എയറോഡൈനാമിക് കാർ ആയിരുന്നു അന്ന് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് മിററിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. സൈഡ് വ്യൂ മിററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു അവിടെ വളരെ അത്യാവശ്യം ഒരു നോർമൽ രീതിയിലായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് മിറർ കുറച്ചും കൂടെ ഷോർട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് ആൻഡ് ഒരു ഷോർട്ട് സൈഡ് വ്യൂ മിറർ എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ആ ഒരു ഈ ഒരു ഭാഗത്തേക്ക് വിസിബിലിറ്റി അത് മതി എന്നുള്ളതായിരിക്കും അന്ന് ഒരു പക്ഷേ മെഴ്സിഡീസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാം. ഇനി നമുക്ക് പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി ലെതർ ടച്ചും ഒരു ക്ലോത്ത് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുനിന്ന് ലെതർ വന്നിട്ടുണ്ട്, ഒരു വുഡൻ ട്രിം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു വിൻറ്റേജ് ക്ലാസിക് കാർ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ക്രോം ഡോർ ഹാൻഡിൽ കാണാം. ഡോർ ലിവറും കാര്യങ്ങളെല്ലാം നമുക്കൊരു ക്രോം എലമെൻറ്റ്സോട് കൂടിയിട്ട് കാണാം. ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പ്ലാസ്റ്റിക് എലമെൻ്റ് ഉള്ളത്, ബാക്കിയെല്ലാം ലെതർ ടച്ചാണ് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിലും ഒരു വിൻറ്റേജ് ക്ലാസിക് സ്റ്റിയറിംഗ് വീൽ എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അടിപൊളി. മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ നോർമൽ റിയർ വ്യൂ മിററുണ്ട്. ആ ഒരു
നമുക്ക് മിററിൻ്റെ കാര്യത്തിലേക്ക് പോക്കുകയാണെങ്കിൽ ബാക്കത്തെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഈ ഒരു വാലെല്ലാം ലെതർ ടച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. അന്നും ഒരു വൺ ഓഫ് ദ ലക്ഷറി കാർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ട് എന്നുള്ളതാണ്. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, വൈപ്പറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു. ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ വൈപ്പർ വന്നിട്ടുള്ളത്. നമുക്ക് കാണാം ഒരൊറ്റ സിംഗിളായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. വൈപ്പറിൻ്റെ കാര്യം പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. സാധാ നോർമൽ ഞാൻ പറഞ്ഞു 5 സിലിണ്ടർ ഓട്ടോമാറ്റിക് കാറാണ് ഈ ഒരു വാഹനം. മെഴ്സിഡീസിൻ്റെ ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ JVSൻ്റെ മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള AC-ൻ്റെ കൺട്രോൾ, പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ച്, മിററിൻ്റെ കൺട്രോൾ അതെല്ലാം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ ഫംഗസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. കാരണം വണ്ടി എന്ന് പറഞ്ഞാൽ റിയൽ വണ്ടി ബ്രാൻഡ് ഒരുപാട് വണ്ടികളുണ്ട്. ജിപ്സി ആയിട്ടും മോഡിഫൈഡ് ജിപ്സി ആയിട്ടും ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എൻഡോവർ ആയിട്ടും പിന്നെ ഫോർച്യൂണർ ഒരുപാട് വണ്ടികൾ ഇവരെ കളക്ഷനിൽ തന്നെ ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പാർക്കിങ്ങിൻ്റെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസിങ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ മെസ്ലീസിലും കാണുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ വെക്കാൻ SRSൻ്റെ എയർ ബാഗ് 2 കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ്, പിന്നെ കോ ഡ്രൈവറുടെ സ്ഥലത്തും SRSൻ്റെ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും അവിടെ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. സെൻട്രൽ കൺസോൺ അപ്പോൾ ഇത്ര തന്നെയാണ്. ഈ ഒരു ചെറിയ ഭാഗത്ത് ഏഷ്യയും കാര്യങ്ങളെല്ലാം വന്നിട്ട് ചെറിയൊരു സിഗരറ്റ് ഹോട്ടും കാര്യങ്ങളും. ഇനി നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ റിയർ സൈഡിലേക്കാണ്. റിയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ വൺ ഓഫ് ദ ലക്ഷറി കാർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇൻറ്റീരിയറും വന്നിട്ടുള്ളത്. എന്തൊരു കംഫർട്ടെന്ന് അറിയാം. നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു റിയർ സീറ്റ് തന്നെയാണ്. കാരണം ഒരു ബക്കറ്റ് സീറ്റ് എന്നൊക്കെ നമുക്ക് ഫുള്ളി കവർ ചെയ്തിരിക്കുമല്ലോ, ഫുള്ളി കവർ. കാരണം നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടാൽ നമുക്കറിയാം നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ളി നമ്മളെ കവർ ചെയ്ത രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ഈ ഒരു ആൻഡ്രസ്റ്റും കൂടി താത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വളരെ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. കാരണം 97 ആ ഒരു കാലഘട്ടത്തിലും ഇത്രയും നല്ല ലക്ഷറി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ മെഴ്സിഡീസ് എല്ലാം കാണാം വൺ ഓഫ് ദ ഫുള്ളി അഡ്വാൻസ് ടെക്നോളജിയാണ്. പക്ഷേ അന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വാൻസ് ടെക്നോളജി എന്ന് നമുക്ക് പറയുന്നുണ്ട്. സോണിയുടെ സെറ്റും കാര്യങ്ങളും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തത് കാണാം. ഇതെല്ലാം ഇപ്പോഴും ഒരു ലക്ഷറി എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടേക്ക് വരാണ് പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. വുഡൻ ട്രിം കൊടുത്തിട്ടുണ്ട്. ഒരു ലെതർ ഫുള്ളി ടച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ആഷ്ട്രേ നമുക്ക് അവിടെ ഭാഗത്ത് കാണാം. അപ്പോൾ ഇത്രക്കാണ് റിയർ പ്രൊഫൈലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് വീഡിയോ ചെയ്ത് നോക്കാം. ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് എങ്ങനെയാണെന്നും ജസ്റ്റ് നോക്കി നോക്കാം. ഈ ഒരു വാഹനം ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് റോഡ് പ്രസൻസും കാര്യങ്ങളും അതെല്ലാം ഈ ഒരു ഇടുങ്ങിയ വഴിക്കൂടൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് വളരെ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. സസ്പെൻഷൻ്റെ കാര്യമാണെങ്കിലും സ്റ്റിയറിംഗ് ഹാൻഡ്ലിംഗ് ആണെങ്കിലും ബോണറ്റ് ഹുഡ് കണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു മെഴ്സിഡീസിൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് വളരെ നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും റോഡ് പ്രസൻസ്, പിന്നെ ഹാൻഡ്ലിങ്, സസ്പെൻഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നല്ല ഏറ്റവും നല്ല അടിപൊളി വാഹനം തന്നെയാണ് ഈ ഒരു W124 എന്ന് പറയാം. നമുക്കറിയാം 1987 തൊട്ടിട്ട് വണ്ടി നിലനിന്നിട്ടുണ്ടെങ്കിലും ഏത് സമയത്തും യുണീക്കായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡപ്പ് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ കേട്ട് വളരെ യുണീക്കായിട്ട് റോഡ് പ്രസൻസിലൂടെ പോകുവാൻ തന്നെ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ. നമുക്ക് റോഡിലൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു കയറി പോകുന്ന കാര്യങ്ങളെല്ലാം അതൊക്കെ അടിപൊളിയാണ് നമുക്ക് പറയേണ്ടതുണ്ട്. 5 സിലിണ്ടർ വരുന്ന വാഹനമാണ്. 116 പല HP ആയിട്ട് PHP പവറിലും കാര്യങ്ങളെല്ലാം വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സസ്പെൻഷന്, പുള്ളിങ് കാര്യങ്ങളെല്ലാം അതൊക്കെ അടിപൊളിയാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് W124ൻ്റെ ഡ്രൈവ് വിശേഷങ്ങൾ. നമുക്ക് ജസ്റ്റ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചെറിയൊരു ബ്രേക്ക്. സോ ബൈ.